DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് 10 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചപ്പോൾ അതിൽ 1 ലക്ഷത്തോളം അപേക്ഷകൾ ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പദ്ധതിയിലേക്ക് അപേക്ഷാ സമർപ്പണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 1 ലക്ഷം പേരുടെ അപേക്ഷകൾ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളുടെ അപേക്ഷയും നിരസിക്കാതിരിക്കുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഡിസംബർ 22 മുതലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള കെ-സ്മാർട്ട് സംവിധാനം വഴി സംസ്ഥാനത്ത് സ്വീകരിച്ചു തുടങ്ങിയത്. kesmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷിക്കേണ്ടത്. അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെന്റർ പോലുള്ള ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷിക്കുമ്പോൾ തന്നെ 6 ഘട്ട പരിശോധനകൾ നടത്തുന്ന തരത്തിലാണ് പെൻഷൻ അപേക്ഷാ പരിശോധനാ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ അംഗങ്ങളായ സ്ത്രീകൾക്കും ട്രാൻസ്വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് അപേക്ഷിക്കുവാനാവുക. അപേക്ഷ നൽകുന്നവർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്തവരാകണമെന്നും നിബന്ധനയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാറടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കുവാൻ അർഹതയില്ല. അപേക്ഷകരുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കി ഇത്തരം അയോഗ്യതകളുണ്ടെങ്കിൽ അപേക്ഷകൾ നിരസിക്കുകയാണ് ചെയ്യുക. അർഹരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളുടെ പരിശോധനയും ഉണ്ടാകും. പ്രായം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കും. അർഹരാണെന്ന് കണ്ടെത്തുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാസം 1000 രൂപ വീതം സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നത് പോലെ എല്ലാ മാസവും നൽകുന്നതാണ്. അർഹതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കി പഞ്ചായത്ത് തലത്തിൽ നേരിട്ടുള്ള പരിശോധന പിന്നീട് നടത്തുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. നിലവിൽ 10 ലക്ഷത്തോളം അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. സർക്കാർ 30 ലക്ഷത്തിലധികം അപേക്ഷകളാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നതിനായി അവസാന തീയതിയൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ പദ്ധതിയിലേക്ക് വരും നാളുകളിലും അപേക്ഷിക്കാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലെ ഫീസ് 40 രൂപയായി സർക്കാർ അറിയിപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖകളുടെ സ്കാനിംഗ് തുടങ്ങിയവ ആവശ്യമായി വരുന്ന പക്ഷം മുൻ ഉത്തരവുകൾ പ്രകാരമുള്ള ഫീസ് അവയ്ക്ക് ഈടാക്കാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും നൽകേണ്ടതുണ്ട്. അപേക്ഷയോടൊപ്പം റേഷൻ കാർഡ് കോപ്പി, ആധാർ നമ്പർ കൂടാതെ മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നൊരു സത്യപ്രസ്താവനയും നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം ഫോർമാറ്റ് വാങ്ങി അത് പൂരിപ്പിച്ച് ഓൺലൈൻ സർവീസ് സെന്ററിൽ തന്നെ നൽകിയാൽ അത് സ്കാൻ ചെയ്ത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്നുള്ള പ്രിൻ്റൗട്ടുകൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചു വയ്ക്കുക. പഞ്ചായത്തിൽ നിന്ന് അന്വേഷണത്തിന് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അത് കാണിക്കേണ്ടി വന്നേക്കാം. പഞ്ചായത്തിൽ നിന്നും ഇനി അത് നേരിട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് എത്രയും വേഗം നൽകുക. വീട്ടിൽ മറ്റുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ പോലുള്ള ക്ഷേമ പെൻഷനുകൾ ലഭിക്കുകയാണെങ്കിലും 35നും 60നും ഇടയ്ക്ക് വയസ്സുള്ള അർഹരായ സ്ത്രീകൾക്ക് ഈ പെൻഷൻ അപേക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നതിന് തടസ്സമല്ല. അപേക്ഷിക്കുന്ന ആൾക്ക് മറ്റു പെൻഷനുകൾ ലഭിക്കരുതെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. അർഹതയുള്ളവർ മാത്രം അപേക്ഷിക്കുക, അല്ലാത്തപക്ഷം നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. പാവപ്പെട്ടവരാണെങ്കിലും നിലവിൽ നീല, വെള്ള റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന കാര്യവും അറിഞ്ഞു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളുടെയും പുതിയ അപ്ഡേറ്റ് അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.